ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചേച്ചിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ചേച്ചി ശനിയാഴ്ച ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് തന്നെ രാത്രി ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇതേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഋതുവും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒപ്പം. പിന്നെ ചേച്ചിയുടെ റൂമിലെത്തി കഴിഞ്ഞാൽ ഋതുവിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി അവിടുത്തെ പാറുവിനേറ്റും അപ്പൂവിനേറ്റും കളിക്കലാണ് കേട്ടോ. പാറു അവിടുത്തെ പാരറ്റ് ഫിഷ്, അപ്പു പിന്നെ ഈ ഒരു പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ. ഇപ്രാവശ്യം ഋതുവിൻ്റെ മെയിൻ ടൈം പാസ് എന്ന് പറയുമ്പോൾ അപ്പൂവിനേറ്റ് ത്രെഡ്മില്ലിൽ ഓടലായിരുന്നു. കുറച്ച് നേരം അപ്പു ത്രെഡ്മില്ലിൽ ഓടും, അത് കഴിഞ്ഞാൽ ഋതു ഓടും. ഋതുവിന് തീരെ പേടിയില്ല കേട്ടോ. അവനിങ്ങനെ പിടിക്കാനൊക്കെ പോകും അതിന്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതായിരുന്നു ഋതുവിൻ്റെ മെയിനായിട്ടുള്ള കളി കേട്ടോ അപ്പൂനായിട്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ റൂമിൽ നിന്ന് നമ്മൾ തിരിച്ച് വരാൻ കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ ചേച്ചിയുടെ റൂമിലേക്ക്. അപ്പോൾ നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ റൂമിൽ വരികയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതിൽ. ചക്കയായിരുന്നു. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷം ആവാറായി. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു 3 വർഷത്തിൻ്റെ ഈ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് കേട്ടോ ചക്ക കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 വട്ടം നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സമയത്തൊക്കെ ഭയങ്കര നമ്മൾ ഒരു കവറിലായിരുന്നു കൊടുത്തയച്ചത്. അപ്പോൾ ഭയങ്കര പേസ്റ്റ് രൂപമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് ശരിക്കും പോലെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഒരു കേടും കൂടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റൂമിൽ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ചക്ക ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങ അച്ചാർ ചേർത്തേണ്ട വലിയമ്മ ഇട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, അമ്മ സെറ്റ് ചെയ്തിട്ട് കൊടുത്തയച്ചതായിരുന്നു. പിന്നെ മിക്സ്ചർ ഉണ്ടായിരുന്നു. ചക്ക മേമയുടെ അവിടെ നിന്നാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ചക്ക നമുക്ക് ഇപ്രാവശ്യം ഒട്ടും കേടുകൂടാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിക്സ്ചർ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കടുമാങ്ങച്ചാർ ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സാധാരണ ഇതൊക്കെ നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.